ചെല്ലമ്മ ഇന്ന് ചന്തയിൽ പോയില്ലേ? പോണം. വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും. എന്തിനു വേണം? ഒന്നും വേണ്ട, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ചെല്ലമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? എങ്ങനെ അറിഞ്ഞു? ചിമ്മിനി വിളക്ക് എരിയുന്ന കണ്ടു. ആരോ പാടുന്നത് കേട്ടല്ലോ, എഞ്ചിൻ പുരയിൽ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ കള്ളം, നല്ല പാട്ടായിരുന്നു. ചുമ്മാ ഒറ്റയ്ക്കിരുന്നപ്പോൾ അറിയാതെ പാടിപ്പോയി. അതിനുശേഷം ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, അതെന്തിനാണ്? ആ പാർവതികാർ വല്ല ശല്യവും ചെയ്യുന്നുണ്ടോ നോക്കാൻ. എനിക്കും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഒന്നും അങ്ങ് പേടിക്കണ്ട കേട്ടോ. ഞാൻ കുളിക്കട്ടെ. ആ അറിയാനോ? അതെന്താ മുതലാളി അങ്ങനെ ചോദിച്ചത്? ഇല്ല, കണ്ടിട്ടും കേട്ടിട്ടൊക്കെ കുറെ നാളായി. എന്നെ വിചാരിച്ച് മറക്കണ? ആ, നമ്മുടെ ആട്ടുംകുട്ടി എങ്ങനെ ഇരിക്കുന്നു? ചത്താ ഉണ്ടാ? ഉണ്ട് ഉണ്ട്, പറഞ്ഞതുപോലെ അതിന്റെ വില തന്നില്ലല്ലോ. ഇത് ഇപ്പൊ വെച്ചേക്കണം, ബാക്കി ഞാൻ പിന്നെ തന്നേക്കാം. വിലക്കല്ലല്ല നമ്മൾ തന്നത്. അയ്യോ വേണ്ട മുതലാളി, അതിന്റെ വില വാങ്ങിച്ചേക്കണം. വാങ്ങിച്ചോളാം, ഇരിക്കട്ടെ. ചെല്ലമ്മേ, ചെല്ലമ്മേ, ഒരു സഹായം ചെയ്യാവോ? എന്തിനാണെന്ന് പറയിൻ. ഈ മീനൊന്ന് കറി വെച്ച് കൊടുത്തയക്കാവോ? ഞാൻ കറി വെച്ചാൽ നന്നാവില്ല, പിന്നെ വഴക്കിന് വരരുത്. അത്രയ്ക്കൊക്കെ നന്നായാ മതി. പക്ഷേ വടക്കം പുളിയിട്ട് വെക്കണം, മനസ്സിലായോ? ചെല്ലമ്മ പിന്നെയും കരയുകയാണ്. ഞാൻ വെളുപ്പിനെ എഞ്ചിനും കൊണ്ട് പോവുകയാണ്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ, വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എഞ്ചിൻ പുരയിലിരിക്കുമ്പോൾ എല്ലാ രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. ചെല്ലമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ അമ്മ മരിച്ചപ്പോൾ ഒന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കൈ പിടിച്ച് നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, മോളെ നീ ഒരുത്തിയെങ്കിലും. ചെല്ലമ്മേ, ഞാൻ കാരണം നിനക്ക് ഒരു മാനക്കേടും വരില്ല. ധൈര്യമായിരിക്കെ, ഞാനല്ലേ പറയുന്നത്. ഞാൻ പോട്ടെ ചെല്ലമ്മേ. കടകടച്ച് കിടക്ക്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ, തിരിച്ചു വരും. എന്താണോ കൊച്ചിരാമ, ചെല്ലമ്മ എവിടെ? ഞങ്ങൾ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു. അക്കനെ എഴുതിച്ചില്ല. എന്താണ്, സുഖമില്ലേ? എന്ത് ചെല്ലമ്മ പെരകത്ത് കയറി ഒളിച്ചിരിക്കണത്? എന്തിനു പറ്റി? ഒന്നും പറ്റിയില്ല, മേലൊക്കെ ഒരു വേദന. മനസ്സിന് വേദനയൊന്നും ഇല്ലല്ലോ. പനിയുണ്ടോടി? ഒന്നുമില്ല. പയ്യങ്കി കിടന്നു, ഞങ്ങൾ പോണു. എന്റെ ഉള്ളിയൊക്കെ ചെല്ലമ്മ വന്നില്ലേ?
ഇല്ല, അവക്ക് ലേശം പനിയുണ്ട്. പനിയാ? മരുന്നെല്ലാം വാങ്ങിച്ചു കൊടുത്താ? ഓ, അത്രയ്ക്കൊന്നും ഇല്ല. എന്ത് ചെയ്യല്ലമ്മ? എന്തിനാലോചിച്ചോണ്ട് നിക്കണത്? ഇല്ല ഇല്ല, ഒന്നും ആലോചിക്കുന്നില്ല. നാട് ഉറങ്ങിപ്പോയി ആ ഇഞ്ചം പോയതോടെ. ആവിയുമില്ല അനക്കുമില്ല, അല്ലേ അല്ലമ്മ? നിന്റെ അവനിനി എന്ന് പരിപാടി? ആര്? നിന്റെ എഞ്ചിൻ ഡ്രൈവർ. ഉയരും കൊണ്ട് ഓടി അവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അങ്ങനത്തെ അവന്റെ മൂക്ക് പിടിച്ച് ശാന്തിരിക്കുമായിരുന്നു. ഒന്ന് തന്തയ്ക്കൊണ്ട് കൊടുക്കും. ചുമ്മാ ഇങ്ങനെ കടത്തിന്റെ കയറി മുട്ടും കെട്ടി എന്നിട്ട് വന്നിരിക്കുന്നു. തന്തയ്ക്ക് പറയാം, നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ എന്റെ ചോര പിടിഞ്ഞു വെച്ച് ജീവിക്കും? നീ ചേമ്പാറ കാശെടുക്കടി. അരി വെള്ളം ചേർത്തുണ്ടാക്കുന്ന കാശല്ലല്ലോ. ചേക്കണ് നിങ്ങ കണ്ടാ ചേക്കണത്? എന്തിനടി അമ്മൂ ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക്? അല്ല നോക്കക്ക, ഞാൻ ചോമടി ഒന്നുകൊണ്ട് കൊടുക്കണ ഇങ്ങനെ കള്ളം കഞ്ചാവും കുടിക്കാൻ. വാ കൊട്, മറ്റാർക്കും അല്ലല്ലോ, പിള്ളേരുടെ അമ്മയ്ക്കല്ലയോ. വരണാക്ക. കുന്നംകുളങ്ങരെ കുഞ്ഞുകൂട്ടിയമ്മേടെ പൊന്മകൾ ശാരദ പൊന്നുമോള് കല്യാണം ചെയ്തൊരു കാന്തനൊരു ദീനം മല്ലാച്ചി മറ്റൊരു നാരിയെയും കേട്ടുവെന്നുള്ളൊരു വൃത്താന്തം കേട്ടിട്ട് ഞെട്ടി വിറയ്ക്കുന്ന ശാരദയും പതിയെ വിളിച്ചവൾ കണ്ണ് നീറിക്കൊണ്ടൊതളഞ്ഞ ഒന്നു പറിച്ചെടുത്തു. ഒതളഞ്ഞാതിന്നു കഷ്ടം ഭഗവാനെ, തിരുമേരി എന്തേ ദൂരം നീടാത്തു. കേളടിയല്ലോ ആ മണ്ണന്മാരെ അലക്കണില്ലേക്ക? അവിടെ കാച്ചിരിക്കുന്ന കായാണോ ഈ ഒതളങ്ങ, ഈ വരിക്കുമാങ്ങ പോലെ? ഓ, എന്തെങ്കിലും ആവട്ടെ, നീ ഇതൊന്ന് കേള്. അക്ക, കല്യാണം